Everyone, in today's class we are going to discuss about resistance temperature detector or RTD. RTD are thermoelectric sensor used to measure temperature. Temperature measure ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറാണ് എന്ത് RTD എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ടെമ്പറേച്ചർ സെൻസർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു RTD ആണ്. ആൻഡ് RTDയുടെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇൻഡസ്ട്രീസിലൊക്കെ എന്താണ് ചെറിയ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുന്ന സമയത്ത് അത് അത്ര വലിയ എഫക്റ്റ് ചെയ്യില്ല പ്ലാന്റിനെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീനെ വലിയ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ ചില ആപ്ലിക്കേഷൻസിൽ അതായത് ബയോ റിയാക്ടേഴ്സ് വേർ സെൽസ് ഗ്രോസ് അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വേരിയേഷൻസ് എന്താണ് ഇപ്പം സെൽസ് ആണ് ബയോ റിയാക്ടറിലാണെങ്കിൽ എന്താണ് സെല്ല് നശിച്ചു പോകും. ഇപ്പം ഒരു 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് എല്ലാം ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ എന്താണ് സെൽസ് നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കേസിലൊക്കെ എന്താണ് നമുക്ക് യൂസ് ചെയ്യാം RTDs യൂസ് ചെയ്യാം. ഇപ്പം ബയോ റിയാക്ടറിൻ്റെ നമ്മൾ സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പം അതിൻ്റെ ലോബിൾ ലിമിറ്റ് ±0.5 ആണ്. അത്ര വരെ എന്താണ് ടെമ്പറേച്ചേഴ്സിന് വേരി ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ എന്താ അതിൽ കൂടുതൽ ഇപ്പം 32 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറായി അങ്ങനെയാണെങ്കിൽ എന്താണ് സെൽസിന് ഡാമേജസ് ഉണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം RTDs യൂസ് ചെയ്യാം. അപ്പം അത് ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഇപ്പോൾ ടെമ്പറേച്ചർ 30 ഇതിനേക്കാട്ടും വളരെ കൂടുതലാണ്. സോ അതിൽ ചേഞ്ചസ് വരുത്തണം. അപ്പം ആ കേസസിൽ ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഡിറ്റക്റ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്ത് ബയോ റിയാക്ടേഴ്സ് പോലെയുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം RTDs യൂസ് ചെയ്യാം. A resistance thermometer or resistance temperature detector is a device which is used to determine the temperature by measuring the resistance of a pure electrical wire. അതായത് ഇലക്ട്രിക്കൽ വയർ ആയാണ് ഇവിടെ എന്തായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രിക്കൽ വയർ നമ്മൾ എവിടെയാണോ ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് അവിടെ എന്ത് ചെയ്യും ഈ ഇലക്ട്രിക്കൽ വയർ പ്ലേസ് ചെയ്യും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു വേരിയേഷൻ എവിടെ ഉണ്ടാവും ഇലക്ട്രിക്കൽ വയറിൻ്റെ റെസിസ്റ്റൻസിലുണ്ടാവും. എന്നിട്ട് ആ റെസിസ്റ്റൻസിൽ ആ വേരിയേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യാം. അപ്പം ആൻഡ് ഇറ്റ് ഹാസ് എ ഗുഡ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഗുഡ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്തോ ഇൻക്രീസ് ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യേണ്ടത്. ഇപ്പം നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് ടെമ്പറേച്ചർ റെസിസ്റ്റൻസിൽ ഇപ്പം റെസിസ്റ്റൻസിന് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നോൺ ലീനിയർ ആയിട്ടാണ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം RTDയുടെ പ്രത്യേകത എന്താണ് It has good linear characteristics. The variation of resistance of the metal with the variation of temperature is given by RT is equal to R0 into 1 plus alpha alpha into T minus T0 plus beta into T minus T0 square ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഏതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ടുള്ള ഇപ്പം ഇനീഷ്യലി 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ എന്താണ് 100 ഡിഗ്രി സെൽഷ്യസ് ആയി. 100 ഡിഗ്രി സെൽഷ്യസ് ആയെങ്കിൽ ആ സമയത്തുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന RT. അപ്പം R0 എന്ന് പറയുന്ന ഇനീഷ്യലി ടെമ്പറേച്ചർ എത്രയാണോ ആ സമയത്തുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് R0 എന്ന് പറയുന്നത്. ആൻഡ് 1 പ്ലസ് T മൈനസ് T0 ആൽഫ ഇൻറ്റു T മൈനസ് T0 ആൽഫയും ബീറ്റയും എല്ലാം എന്താണ് കോൺസ്റ്റൻസ് ആണ്. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ മെറ്റൽസ്. ഏത് മെറ്റലാണോ നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ വയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം RTDയിൽ ഏത് മെറ്റലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മെറ്റലിൻ്റെ ആ മെറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യും ഈ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ്. ഫോർ സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ് ആണെങ്കിൽ RT is equal to R0 into 1 plus alpha into T minus T0 ആണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും the figure shows the resistance temperature characteristics curve of 3 different metals. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിക്കൽ കാണാം, കോപ്പർ കാണാം, അതേപോലെ പ്ലാറ്റിനം കാണാം. പ്ലാറ്റിനം എന്താണ്
ലീനിയർ ആണ്. അതായത് ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ഓൾമോസ്റ്റ് ലീനിയർ ആണ്. സോ നമുക്ക് എന്താണ് പ്ലാറ്റിനം ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ത് യൂസ് ചെയ്യുന്നത്, RTDയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക്. കാരണം എന്താണ് കുറച്ചും കൂടി ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, കാൽക്കുലേഷൻ സിമ്പിളാണ്. പിന്നെ എന്താണ് ഓക്സിഡേഷൻസ് എഫക്റ്റ് അതേപോലെ കൊറോഷൻ പ്രോബ്ലംസ് ഒന്നും ഏതിൽ വരുന്നില്ല, പ്ലാറ്റിനത്തിൽ വരുന്നില്ല. ആ ഒരു കെമിക്കൽ ഇനേർട്ട്നെസ് ഏത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റിനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്ലാറ്റിനം ആണ് കുറച്ചും കൂടി ബെറ്റർ കമ്പയർഡ് ടു നിക്കൽ ആൻഡ് കോപ്പർ. ആൻഡ് ഫോർ പ്ലാറ്റിനം ഇറ്റ് റെസിസ്റ്റൻസ് the resistance changes by approximately 0.4 ohms per degree Celsius of temperature. അതായത് 1 ഡിഗ്രി സെൽഷ്യസിന് 0.4 ohms ആണ് ചേഞ്ച് ആവുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് 0.4 ohms ഇൻക്രീസ് ആവുന്നത്. പ്യൂരിറ്റി ഓഫ് പ്ലാറ്റിനം ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ, അതായത് നമുക്ക് പ്യൂരിറ്റി ഓഫ് പ്ലാറ്റിനം മനസ്സിലാക്കണം. അതായത് പ്യൂരിറ്റി ഓഫ് പ്ലാറ്റിനം ക്യാൻ ബി ചെക്ക്ഡ് ബൈ ദ മെഷർമെൻറ്റ് ഓഫ് R100 by R0. As for pure platinum material, the value of ratio should be higher than 1.390. അപ്പോൾ എത്രത്തോളം പ്യുവറാണ് എന്നുള്ളത്, പ്ലാറ്റിനം മെറ്റീരിയൽ എത്രത്തോളം പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ R0 ഇപ്പം R0 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസും അതേപോലെ R100 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസും. അപ്പം ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ റേഷ്യോ R100 by R0 എന്ന് പറഞ്ഞ റേഷ്യോ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.390. 1.390 കൂടുതലാണെങ്കിൽ എന്താണ് പ്യുവർ മെറ്റീരിയൽ, പ്യുവർ പ്ലാറ്റിനം മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് RTD. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന, ഇവിടെയാണ് ഇലക്ട്രിക്കൽ വയർ എന്ന് പറയുന്നത്. ഇതാണ് ആ സെൻസർ, റെസിസ്റ്റൻസ് തെർമോമീറ്റർ അല്ലെങ്കിൽ ആ സെൻസർ എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ ഇവിടെ നിന്നൊരു കണക്ഷൻ ടു ലീഡ്, അതായത് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വയറിനെ നമ്മൾ ഏതാണ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു ലീഡ് ഉണ്ട്. ആ ലീഡ് ഒരു കണക്ഷൻ ലീഡിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതിനെ എൻറ്റയർ ആയിട്ട് കവർ ചെയ്തിട്ട് ഒരു ഷീറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഇൻസുലേറ്റർ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഒരു ഇൻസുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത് വെച്ചാൽ ഒരു RTD സ്ട്രക്ചർ. നെക്സ്റ്റ് RTD circuit. The RTD circuits are Wheatstone bridge circuit, but it is not worthy that it is not simple Wheatstone bridge circuit but a modified form. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സാധാരണ ഒരു Wheatstone bridge സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ RT എന്ന് പറഞ്ഞാൽ നമ്മൾ RTD കണക്ട് ചെയ്തു. ഇതാണ്, ഇവിടെയാണ് RTD കണക്ട് ചെയ്തത്. അപ്പം എന്താണ് ഈ ബ്രിഡ്ജ് ഇനീഷ്യലി R3 നമ്മൾ റെസിസ്റ്റൻസ് വാരി ചെയ്തിട്ട് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയ സമയത്ത് ഇൻ കേസ് ടെമ്പറേച്ചറിൽ ഒരു വേരിയേഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജ് അൺബാലൻസ് ആവും. ആ അൺബാലൻസ്ഡ് ആയ അൺബാലൻസ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടാണ്. അപ്പം ആ റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻസ് എവിടെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വോൾട്ടേജ്, അതായത് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ വോൾട്ടേജിൽ നിന്ന് എത്രയാണോ ടെമ്പറേച്ചർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു വീസ്റ്റോൺ ബ്രിഡ്ജിലേക്ക് നമ്മൾ എന്ത് കണക്ട് ചെയ്യാണ്, RTD കണക്ട് ചെയ്യാണ്. RTD കണക്ട് ചെയ്തുമ്പം ഇപ്പം ആ വീസ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ എവിടെയാണോ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ RTD നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ്, അതായത് ഇതിൻ്റെ റെസിസ്റ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആവും. ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിന് പ്രപ്പോർഷനായിട്ടൊരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ R3 ഇതിൻ്റെ മാത്രമല്ല റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക, റിമൈനിങ് റെസിസ്റ്റൻസിൻ്റെ എന്താണ് റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. അത് നമുക്കറിയാം RTയുടെ ഇക്വേഷൻ, അതായത് RTയുടെ റെസിസ്റ്റൻസ് കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം ബാലൻസ്ഡ് കണ്ടീഷനിൽ എന്താണ് R2 ഡിവൈഡ് ബൈ R1 ഇൻറ്റു R3. ഇതാണ് RTയുടെ ഏത് ബാലൻസ്ഡ് കണ്ടീഷൻ്റെ സമയത്തുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് RT കാണാം. ഇനി അൺബാലൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ എത്രയാണോ വോൾട്ടേജ് ഉണ്ടാവും, അപ്പോൾ ആ വോൾട്ടേജ് അതിനകത്ത് നിന്ന് RTയുടെ റെസിസ്റ്റൻസ് കാണാൻ പറ്റും.
സോ അപ്പം എന്താണ് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇനീഷ്യലി എത്രയായിരുന്നു, അതേപോലെ തന്നെ ഇനീഷ്യലി എത്രയായിരുന്നു എന്നും അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടായ സമയത്ത് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു അവിടെ ഇപ്പം റെസിസ്റ്റൻസ് ആർ ടിയുടെ മാത്രമല്ല, അതായത് നമ്മൾ ആർ ടി ഡിയുടെ മാത്രമല്ല റെസിസ്റ്റൻസ് വേരി ചെയ്യുക, ബാക്കിയുള്ള റെസിസ്റ്റൻസിൻ്റെയും കൂടി റെസിസ്റ്റൻസ് മാറും ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നാനിയം മെറ്റീരിയൽസ് ഉള്ള റെസിസ്റ്റൻസ്, അതായത് മാഗ്നാനിയം യൂസ് ചെയ്യാം. R3ക്ക് അതേപോലെ R2നും R1നും പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നാനിയം യൂസ് ചെയ്യാം. കാരണം മാഗ്നാനിയത്തിന് എന്താണ് ലോവസ്റ്റ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് ചെറിയ വേരിയേഷനൊന്നും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് എന്തിൽ വേരിയേഷൻസ് ഉണ്ടാവില്ല, റെസിസ്റ്റൻസിൽ വേരിയേഷൻസ് ഉണ്ടാവില്ല. എന്ത് യൂസ് ചെയ്യുമ്പോൾ മാഗ്നാനിയം. അപ്പോൾ മാഗ്നാനിയത്തിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നാനിയം ഹാസ് ലോവസ്റ്റ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവുന്ന സമയത്ത് എന്തുണ്ടാവില്ല, മാഗ്നാനിയത്തിൻ്റെ റെസിസ്റ്റൻസിൽ വേരിയേഷൻസ് ഉണ്ടാവില്ല. ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവും, മാഗ്നാനിയത്തിൻ്റെ റെസിസ്റ്റൻസിൽ വേരിയേഷൻസ് ഉണ്ടാവില്ല. അപ്പം ആ ഒരു പ്രോബ്ലം നമുക്ക് അതുവഴി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെയുള്ള ഈ ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്, അതർ 3 റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നമുക്ക് മാഗ്നാനിയം യൂസ് ചെയ്തിട്ട് കുറേ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് സർക്യൂട്ട് ഡിസൈനിങ് കൺസിഡറേഷൻ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ഷനിൽ ഈ ലീഡ് വയേഴ്സ് നമ്മൾ ലീഡ് വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് RTDനെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് ലീഡ് വയേഴ്സ്. അപ്പം ഇതാണ് ബ്രിഡ്ജ് സർക്യൂട്ട് ആണെങ്കിൽ ഈ RTDനെ ഇവിടത്തേക്ക് കണക്ട് ചെയ്യുന്ന ഈ ലീഡ് വയേഴ്സാണ്. അപ്പോൾ എന്താണ് ഇത് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതിൻ്റെ ഇമ്പിഡൻസും കൂടി ഇതിൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഡ് വയേഴ്സിൻ്റെ ഇമ്പിഡൻസും കൂടി ഇവിടെ വരും. അതായത് ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന സമയത്ത് ഈ ലീഡ് വയേഴ്സിലെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. അതും കൂടി ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന സമയത്ത് ഈ RTDയുടെ റെസിസ്റ്റൻസ് മാത്രമല്ല ഏതും കൂടി ഈ ലീഡ് വയേഴ്സിൻ്റെ റെസിസ്റ്റൻസും കൂടി ആഡ് ചെയ്യും. അപ്പം അത് അവോയ്ഡ് ചെയ്യണം, ആ ലീഡ് വയേഴ്സിനെ അവോയ്ഡ് ചെയ്യണം. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലീഡ് വയർ റെസിസ്റ്റൻസിനെ അവോയ്ഡ് ചെയ്യണം. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അതിനൊരു സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പം അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിലൂടെ RTDയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആവും. അപ്പോൾ ആ ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ട് അതായത് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടായി. ആ ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ട് എന്താവും, റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. അപ്പോൾ ആ ഒരു സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റിനെ അവോയ്ഡ് ചെയ്യണം. അത് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ആവും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഈ റെസിസ്റ്റൻസ് കൂടും. പക്ഷെ നമുക്കത് കുറക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റ് കുറയും. ഹീറ്റിംഗ് എഫക്റ്റ് കുറയുന്ന സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവുന്നത് കുറയും. സോ ആ ഒരു സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന റെസിസ്റ്റൻസ് ചേഞ്ചസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ സെൻസിറ്റിവിറ്റി കുറയും. അതായത് ഡിവൈസിൻ്റെ നമ്മൾ കറണ്ട് കുറക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലീഡ് വയറിൻ്റെ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യണം. അതായത് ഈ ലീഡ് വയറിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കോമ്പൻസേഷൻ ലൈൻസ്, അതായത് ഇവിടെ ഈ ലീഡ് വയേഴ്സിന് ഇപ്പോൾ 3 വയർ സർക്യൂട്ട്, അതായത് 2 വയർ RTD ബ്രിഡ്ജിന് പകരം നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈഡ് ചെയ്തിട്ട് ഒരു 3 വയർ RTD ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 വയേഴ്സ് ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അതിന് പകരം 3 വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, A, B, C എന്ന് പറഞ്ഞ വയേഴ്സ്. അപ്പം ഇതിലിപ്പം എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ചെയ്ത് ഈ എയുടെ എഫക്റ്റും ബിയുടെ ഇമ്പിഡൻസ് എഫക്റ്റും എന്താവും, ക്യാൻസലാവും. കാരണം ഇത് രണ്ടും ഓപ്പോസിഷൻ പൊസിഷനിലാണ്. അതായത് പൊളാരിറ്റി ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് പൊളാരിറ്റിയാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ എയുടെ ഇമ്പിഡൻസും അതേപോലെ ബിയുടെ ഇമ്പിഡൻസും എന്താവും, ക്യാൻസൽ ഔട്ട് ചെയ്യും. അതായത് നമ്മളിപ്പോൾ സെയിം ലെങ്ത്തും
ക്രോസ് സെക്ഷനും ഏരിയ ഉള്ള സെയിം മെറ്റീരിയലാണ് എ വയറുമായിട്ടും അതേപോലെ ബി വയറുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ഇമ്പിഡൻസ് ആയിരിക്കും ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ഇമ്പിഡൻസ് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എയിൽ എത്രയാണോ റെസിസ്റ്റൻസിൽ വേരി ചെയ്തത് അതേ എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് വേരിയേഷൻ തന്നെയായിരിക്കും ബിയിലുണ്ടാവുക. ഇപ്പം എ എന്നുള്ളത് എയും ബിയും 1 ഓം ആണെങ്കിൽ രണ്ടും എന്താവും, അത് 2 ഓമിലേക്ക് മാറും. ഇനി ഇതിൻ്റെ പൊസിഷൻസ് നോക്കുക, ഓപ്പോസിറ്റ് പൊസിഷൻസ് ആണ്. സോ എന്താവും, ഇത് ആ ഇമ്പിഡൻസ് എഫക്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യും. ഇത് രണ്ടിൻ്റെയും ഇമ്പിഡൻസ് എഫക്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യും. ഫൈനലി ഏതിൻ്റെ മാത്രം റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവൂ, ഈ ആർ ടി ഡിയുടെ റെസിസ്റ്റൻസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതിലൂടെ കറണ്ട്, ഈ വയറിലൂടെ കറണ്ട് പോകുന്നില്ല, അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷനിൽ ഈ വയറിലൂടെ കറണ്ട് പോകാതെ കൊണ്ട് തന്നെ എന്താണ്, ഈ വയറിലൂടെ കറണ്ട് പോകുന്നില്ല. അപ്പം ഈ റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ ആഡ് ആവുന്നില്ല. ഏത് മാത്രമേ ആഡ് ആവുന്നുള്ളൂ, ഈ ആർ ടി ഡിയുടെ റെസിസ്റ്റൻസ് മാത്രമേ ആഡ് ആവുന്നുള്ളൂ. കാരണം ഇപ്പോൾ എന്താണ്, ഈ രണ്ടിൻ്റെയും പൊസിഷൻസ് ഒന്ന് ഓപ്പോസിറ്റ് പൊസിഷൻസിലായതുകൊണ്ട് ഈ രണ്ട് വയേഴ്സ് കോമ്പൻസേഷൻ ലൈൻസ് കാരണം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനെ കോമ്പൻസേഷൻ ലൈൻസ് എന്ന് പറയാനുള്ള കാരണം. സി ഒരു ഡമ്മി വയേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ആർ ടി ഡി. ആസ് ലീനിയർ ഓവർ വൈഡ് ഓപ്പറേറ്റിംഗ് റേഞ്ച്, അതായത് ഓൾറെഡി പറഞ്ഞു ലീനിയർ ആണ്. ആൻഡ് വൈഡ് ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് റേഞ്ച് ഉണ്ട്, ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് റേഞ്ച് ആണ്. നെക്സ്റ്റ്, ഹയർ ടെമ്പറേച്ചർ ഓപ്പറേറ്റിംഗ് റേഞ്ച് ആൻഡ് ഗുഡ് സ്റ്റെബിലിറ്റി അറ്റ് ഹയർ ടെമ്പറേച്ചർ. These are the advantages. Next, disadvantages. First one, subject to self-heating. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെൽഫ് ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട്. അതായത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആർ ടി ഡിയിൽ ഹീറ്റ് ഉണ്ടാവും. അതിലൂടെ പോകുമ്പോൾ I²R, അതായത് ആർ ടി ഡി ഹീറ്റ് ആവും. അപ്പോൾ ആ ഹീറ്റ് കൊണ്ട് എന്താ, അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ആയി, ആ ടെമ്പറേച്ചർ കൊണ്ട് റെസിസ്റ്റൻസ് വേരിയേഷൻസ് ഉണ്ടാവും. ആ ഒരു പ്രോബ്ലം എന്താണ്, എവിടെയുണ്ട്, ആർ ടി ഡിയിലുണ്ട്. നെക്സ്റ്റ്, നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞു 2 വയേഴ്സിന് പകരം 3 വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ലീഡ് വയർ റെസിസ്റ്റൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 വയേഴ്സ് അല്ലെങ്കിൽ 4 വയർ ലീഡ്സ് ആർ റിക്വയർഡ് ഫോർ ലീഡ് റെസിസ്റ്റൻസ് കോമ്പൻസേഷൻ. എക്സ്റ്റേണൽ സർക്യൂട്ട് പവർ റിക്വയർഡ്, ദാറ്റ് ഈസ്, നമുക്കറിയാം ആർ ടി ഡി ഒരു സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ അല്ല, ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ അല്ല, ഇറ്റ്സ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. സോ പാസീവ് ട്രാൻസ്ഡ്യൂസർ ആയതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പവർ സർക്യൂട്ട് ആവശ്യമാണ്. കാരണം പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഒക്കെ എന്താണ്, ആക്റ്റീവ് സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ, അതൊക്കെ ആക്റ്റീവാണ്, എക്സ്റ്റേണൽ പവർ ആവശ്യമില്ല. അത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാണ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൽ. അപ്പോൾ എക്സ്റ്റേണലി പവർ ആവശ്യമില്ല. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ പവർ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഹയർ കോസ്റ്റ് ദാൻ തെർമോകപ്പിളിനെക്കാട്ടും കോസ്റ്റ് കൂടുതലാണ്. അതേപോലെ ലോ സെൻസിറ്റിവിറ്റിയാണ്. അത് ഓൾറെഡി പറഞ്ഞു, ഡ്യൂ ടു സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൂടെയുള്ള കറണ്ട് പാസ് ചെയ്യും. സോ കറണ്ട് കുറക്കും, അതുകൊണ്ട് തന്നെ എന്താണ്, സെൻസിറ്റിവിറ്റിയും കുറയുമെന്ന് പറഞ്ഞു. So these are the advantages and disadvantages of RTD. So that's all for today. Thank you.